പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി കിടക്കുകയാണ്. നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാൻ. ജീവിതത്തിൽ ഒരുപാട് വിഷമ, പ്രയാസ, ദുഃഖ, സങ്കടങ്ങൾ പറയുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ഒരാളെ കാണുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ വർത്തമാനത്തെക്കാൾ കൂടുതൽ നമ്മുടെ വിഷമത്തിന്റെയും രോഗത്തിന്റെയും നമ്മുടെ ബുദ്ധിമുട്ടിന്റെയൊക്കെ കഥകളായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക. സ്വാഭാവികമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അറുതി വേണ്ടേ? ഇതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ടേ? ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾക്കൊരു പരിഹാരം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? 20ഓളം വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന സ്വർഗത്തിന്റെ നിധി, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി, അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു അരവരി പോലും ഇല്ലാത്ത ഈ ഒരു ദിക്ർ മതി. വാളിന്റെ മൂർച്ചയുള്ള, മല പോലത്തെ പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിക്കിട്ടുന്ന അല്ലെ അത്ഭുത വിജയ മന്ത്രം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതിന്റെ 20ഓളം വമ്പൻ നേട്ടങ്ങളുള്ള ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ പറഞ്ഞോ. ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വ്യസനങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്തെല്ലാം വിഷമ പ്രയാസങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റിത്തന്ന് ജീവിതത്തിൽ എല്ലാവിധ നന്മയും റബ്ബ് തആല തരട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു തആല തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഹാജിമാരൊക്കെ പലരും നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നു. പലരും ഒക്കെ നാട്ടിലേക്ക് മടങ്ങി കഴിഞ്ഞു. ഒരുപാട് ആളുകൾ മദീന സിയാറത്തിനൊക്കെ ആയിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. പലരും മദീനയിലാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ധാരാളം ഉമ്മമാരും വാപ്പമാരും ഒക്കെ പ്രത്യേകമായി നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തെല്ലാം അല്ലാഹു മഖ്ബൂലും മബ്റൂറും മർളിയുമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് പവിത്രതകളേറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലാണ്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നു. നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകൽ. വെള്ളിയാഴ്ച രാവിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളിൽപ്പെട്ട ഒന്നാണ് സ്വലാത്ത് ധാരാളമായി ചൊല്ലുക. ധാരാളം സ്വലാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോകളിൽ തന്നെ എത്രയോ സ്വലാത്തുകൾ നമ്മൾ പഠിച്ചു, നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വിളിക്കുന്നതാണ്. ഞാൻ ഉസ്താദിന്റെ ക്ലാസ് കേട്ടിട്ട് എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസവും പ്രത്യേകമായി ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു ദുആ, അത് കഴിഞ്ഞ വർഷം ഞാൻ കേട്ടു. അൽഹംദുലില്ലാഹ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാകുമ്പോൾ ഒരു വർഷമാവുകയാണ്. കഴിഞ്ഞ വർഷം കേട്ടിട്ട് അദ്ദേഹം അത് ചൊല്ലാൻ തുടങ്ങി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു വർഷം പൂർത്തിയായി. ഒരു വർഷം ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ചയും സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദുആ ഉസ്താദ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചു. അത് ഞാൻ പറയുന്നുണ്ട്. ഉസ്താദ് പ്രത്യേകം ദുആരക്കണമെന്ന് ആ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ എത്രയോ ഉമ്മമാരും വാപ്പമാരൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും അതൊക്കെ പേപ്പറിൽ എഴുതിയെടുത്ത്, നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് അതൊക്കെ പലർക്കും പറഞ്ഞു കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു. അള്ളാഹുവെ, എല്ലാ ഉമ്മമാരെയും എല്ലാ വാപ്പമാരെയും എല്ലാ അപകടങ്ങളെ തൊട്ട്, മുസീബാത്തുകളെ തൊട്ട്, ആപത്തുകളെ തൊട്ട്, കണ്ണേറിനെ തൊട്ട്, സിഹറിനെ തൊട്ട്, അള്ളാഹുവെ നാന്തോഷങ്ങളെ തൊട്ട് കാക്കണേ. അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു നിധിയാണ് ഇതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വാക്യമുണ്ട്. കൻസും മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധി. അതേതാണ്? ഹൗക്കല എന്നറിയപ്പെടുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന പുണ്യമായ ഒരു ദിക്റാണ്. പുണ്യമായ ഒരു ദിക്ർ അല്ലെ? നമ്മളൊക്കെ ഒരുപാട് ദിക്റുകൾ ചൊല്ലാറുണ്ട്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നവരാണ്. ആ കൂട്ടത്തിൽ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തേണ്ട അത്ഭുതങ്ങൾ നിറഞ്ഞ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു വമ്പൻ പ്രതിഫലം കിട്ടുന്ന ഒരു വിജയ മന്ത്രം. വാളിന്റെ മൂർച്ചയിൽ നമ്മുടെ പ്രതിസന്ധികൾ തരണം ചെയ്ത് മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെ അല്ലാഹു തആല ഉരുക്കിക്കളയുന്ന അത്ഭുത നേട്ടങ്ങളുള്ള ഒരു അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല,
അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ, അലസതയാലൊഴിക്കരുതേ. മഹാനായ തഴവ ഉസ്താദ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ആ ഒരു ദിക്റിന്റെ ശ്രേഷ്ഠത മാത്രം പറഞ്ഞ് പേജുകളോളം അദ്ദേഹം ബൈത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഭയങ്കര പ്രതിഫലമാണെന്ന് ഇത്. നമ്മളിപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഹയ്യാലുസ് സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയാറുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നമ്മൾ പറയേണ്ട. നമ്മളിപ്പോൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 പറയാറില്ലേ? അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഒരു 33 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറയേണ്ട ഒരു നേട്ടം കിട്ടുന്ന ഒരു ദുആയാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും സ്റ്റൈലായിരിക്കും. അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ഇത് സ്ഥിരമായി ചൊല്ലിയാലാണ് ഇതിന്റെ നേട്ടം കിട്ടുക. ഇത് വല്ലപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അങ്ങനെ ചൊല്ലിയാൽ, സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം. കൻസുമിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. വെള്ളിയാഴ്ച രാവിലാണുള്ളത്, നാളെ വെള്ളിയാഴ്ച പകലാണ്. സ്വർഗത്തിന്റെ നിധി ഏതാണെന്ന് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് അത് നമ്മൾ വെറും കയ്യോടുകൂടി അതിനെ ഇല്ലാതാക്കരുത്, തട്ടിക്കളയരുത്. വെറും കയ്യോടെ നമ്മൾ ആഖിറത്തിലേക്ക് പോവേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ ദിക്ർ മുറുകെ പിടിച്ച് നിറകൈകളോട് വേണം നമുക്ക് സ്വർഗത്തിലേക്ക് പോവാൻ. മൻകാല, നബി തങ്ങൾ പറയുന്നു, മൻകാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഒരാൾ പറഞ്ഞാൽ കാന ദവാഅം മിൻ 99 ദാഅ, 99 രോഗങ്ങൾക്ക് ശിഫയാൻ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിന്നിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ 99 രോഗങ്ങൾക്ക് ശിഫയാണ്. ക്യാൻസർ രോഗമാവട്ടെ, ഡയാലിസിസ് ചെയ്യുന്ന രോഗമാവട്ടെ, ശ്വാസം മുട്ടാവട്ടെ, യൂറിക് ആസിഡിന്റെ അസുഖമാവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, എന്ത് അസുഖമാണെങ്കിലും ചൊല്ലു മോനെ, ചൊല്ലു ഉമ്മ, ചൊല്ലു വാപ്പാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ചൊല്ലിക്കോ, കണ്ണടച്ചിരുന്ന് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കോ. ചൊല്ലുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ വ്യസനങ്ങള്, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിൽ കൊണ്ടുവരണേ, അതൊക്കെ അല്ലാഹു നീ മാറ്റിത്തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മനപ്രയാസം കൊണ്ട് വിഷമിക്കുന്നവരെ, ടെൻഷനാണ് ഇപ്പൊ എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് വരെ ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ മാറാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മുടെ റിസ്ക് വിശാലമാവാൻ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ വസ്ത്രം, നമ്മുടെ കച്ചവടം, നമ്മുടെ വാഹനം അതൊക്കെ റാഹത്തായി കിട്ടാൻ, കടങ്ങൾ മാറാൻ ചൊല്ലണേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലണേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ മുസ്തജാബു ദുആ, ദുആക്ക് ഉത്തരം കിട്ടണോ ഈ ഒരു ദിക്ർ പറയണേ. ഈ ലാ ഹൗല പറഞ്ഞിട്ട് ദുആ ചെയ്യുക, നമ്മുടെ ദുആക്ക് അല്ലാഹു തആല വേഗത്തിൽ ഉത്തരം തരുമെന്നാണ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം കിട്ടണോ ചൊല്ലിക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ തന്നെ നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ, തെറ്റുകൾ പൊറുക്കാൻ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഹാജിമാരൊക്കെ വരികയാണ്. അൽഹംദുലില്ലാഹ്, അവരവരുടെ പാപങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് കഴുകിക്കളഞ്ഞ് അവരുടെ ഉമ്മ അവരെ പ്രസവിച്ച സമയത്തുള്ള ശുദ്ധ പ്രകൃതിയുമായിട്ടാണ് അവരൊക്കെ കടന്നു വരുന്നത്. ആ സമയത്ത് നാട്ടിലുള്ള നമ്മളോ, നമ്മൾ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചു നിൽക്കണേ. അതിന് ചൊല്ലണേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി വീട് വിട്ട് പുറത്തേക്ക് വരുന്നു, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു, നമ്മൾ കച്ചവടത്തിനായി പോകുന്നു, നമ്മുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ കടയിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്നു. അപ്പോഴും പറയണേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കാരണം പോകുന്ന നമുക്കും കാവലുണ്ടാവണം, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിനും അള്ളാഹുവിന്റെ കാവലുണ്ടാവണം. നരകമോചനം കിട്ടാൻ ലാ ഹൗല ചൊല്ലണേ. മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം തൂങ്ങണോ
ചൊല്ലണേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമുക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ കച്ചവടം, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം എല്ലാം അല്ലാഹു തന്നതാണ്. ആ തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കാൻ, അതെന്നെന്നും നിലനിൽക്കാൻ ചൊല്ലണേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കണ്ണേറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, സിഹിറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, കരിനാക്കിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൊതിയെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, ചെറിയവരും വലിയവരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതായത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയോ വീട് കൊള്ളാട്ടോ, നല്ല വീടാണ്, അപ്പം പറഞ്ഞേക്കാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. നല്ലൊരു ഡ്രസ്സ് ഇട്ടു, നല്ലൊരു പർദ്ദ ഇട്ടു, കല്യാണത്തിന് വാങ്ങിച്ച അല്ലെങ്കിൽ പെരുന്നാളിന് വാങ്ങിച്ച നല്ല പർദ്ദ, ആ പർദ്ദയിട്ട് മക്കനെയൊക്കെ ഇങ്ങനെ തട്ടമൊക്കെ ചുറ്റിയിട്ടപ്പോൾ നല്ല ചന്തമുണ്ട് ആ പെണ്ണിനെ കാണാൻ. അപ്പം ഇങ്ങനെ വന്ന് പറയലോ ഓ ഈ പർദ്ദയിൽ കൊള്ളാട്ടോ, അപ്പം പറയണം എന്ത്? അത് ആര് പറയണം? ആ പർദ്ദ ഇട്ട പെണ്ണ് പറയണം എന്ത്? ലാ ഹൗല വലാ ഖുവത്തിൽ, ഇത് എൻ്റെ കഴിവൊന്നുമില്ല, പടച്ചോൻ എനിക്ക് തന്നതാണ്. അല്ലെങ്കിൽ അത് കണ്ണേറായിട്ട് മാറും, തലകറക്കുണ്ടാകും. പുതിയ ഡ്രസ്സ് ഇട്ട് നമ്മളൊരു കല്യാണത്തിന് പോയി വന്നാൽ ഒരു അസ്വസ്ഥതയുണ്ടോ, ഒരു തലകറക്കമുണ്ടോ, ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? കണ്ണേറാൻ. പുതിയ ഒരു കാറ് വാങ്ങി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വന്നു, പിന്നെ കാറിൽ കയറുമ്പോൾ ഭയങ്കരമായ ഒരു അസ്വസ്ഥത, എന്താ? കണ്ണേറാൻ. പുതിയ വീട് വെച്ചു, വീട്ടിലേക്ക് കയറാൻ തോന്നുന്നില്ല, വല്ലാത്ത അസ്വസ്ഥത, എന്താ? കണ്ണേറാൻ. എന്ത്? അതിന് പറയണം എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരെങ്കിലൊക്കെ ഈ കൊതിയുടെ വർത്തമാനം പറയും, ഓ നിങ്ങളുടെയൊക്കെ വീട്, നിങ്ങളുടെയൊക്കെ ജീവിതം ഭയങ്കര സെറ്റായി, നിങ്ങളുടെയൊക്കെ ആണ് ജീവിതം, അങ്ങനെയൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയും. അപ്പം അവരുടെ മുഖത്ത് നോക്കി പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ കണ്ണേർ അങ്ങോട്ട് പോയിക്കോളും, ഉറക്കം അങ്ങോട്ട് പറഞ്ഞേക്കണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനും ശ്രേഷ്ഠതുമായ ഉദാത്തനായ അല്ലാഹുവേ, ആ അല്ലാഹു തന്നതാണ് ഇതൊക്കെ. ഇതെൻ്റെ കഴിവല്ല, എനിക്കൊരു കഴിവില്ല, എനിക്കൊരു ശക്തിയുമില്ല, ഇതെല്ലാം അള്ളാന്റെ കഴിവാണ്, അള്ളാന്റെ ശക്തി കൊണ്ട് കിട്ടിയതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ സംരക്ഷണത്തിന്റെ മലക്കുകൾ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകുമെന്നാൻ. ഒരാള് ഒരു ദിക്ർ പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ പറയട്ടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരാൾ എല്ലാ ദിവസവും, എല്ലാ നമസ്കാരത്തിന് ശേഷവും അവനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് ഒരു 3 വട്ടമെങ്കിലും ചുരുങ്ങിയത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാൽ അവനെ അദാബുൽ ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാണ്. ബദർ യുദ്ധത്തിന് വേണ്ടി പോയ സ്വഹാബിമാർ ആ ബദർ യുദ്ധത്തിൽ വിജയിക്കാനുള്ള കാരണം അവർ പറഞ്ഞ ദിക്റുകളിൽ ഒന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റാൻ. പരീക്ഷയ്ക്ക് പോകുന്നവർ, നമ്മുടെ മക്കളുടെ സ്കൂളുകളൊക്കെ തുറന്നു, സ്കൂളുകളിൽ പോകുമ്പോൾ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, പ്രവാസികളായിട്ട് പോകുമ്പോൾ, പ്രസവത്തിന് പോകുമ്പോൾ പറ എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മക്കളില്ലാത്തവരെ, വിവാഹം വൈകുന്നവരെ, വിവാഹം എത്ര പെണ്ണ് കണ്ടിട്ടും ശരിയാകുന്നില്ല, ചെറുക്കം വന്ന് കണ്ടിട്ടും ശരിയാകുന്നില്ല, അല്ലേ? അതൊക്കെ തടസ്സങ്ങളാണ്, അതൊക്കെ മാറാൻ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതിന്റെ ദിക്റിന്റെ ശ്രേഷ്ഠത കേട്ടോ, ഏകദേശം 10-20ഓളം നേട്ടങ്ങളാണ് ഈ ലാ ഹൗല പറഞ്ഞാൽ കിട്ടുന്നത്. 20 വമ്പം പ്രതിഫലങ്ങൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നും പറയാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയലാണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ള രൂപം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞോ, ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു കിട്ടും, എല്ലാവിധ സന്തോഷവും അല്ലാഹു തആല തരും, സമാധാനം തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും എല്ലാ അപകടങ്ങളെ തൊട്ടും മുസീബാത്തുകളെ തൊട്ടുമൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് രോഗങ്ങൾ മാറാൻ. രോഗങ്ങൾ ഉള്ളവരെ, രോഗികളെ, നിങ്ങളിത് പറഞ്ഞോ, നിങ്ങളുടെ രോഗം അല്ലാഹു ശിഫയാക്കി തരും. ഇതൊക്കെ ഒരു ആത്മീയമായ മരുന്നൊക്കെ ചൊല്ലുമ്പോൾ മനസ്സിൽ തട്ടിച്ചൊല്ലണം, നല്ല ഈമാനോടുകൂടി ചൊല്ലണം. അല്ലാതെ വെറുതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അങ്ങനെ ആർക്കോ വേണ്ടി ചൊല്ലരുത്. മനസ്സിൽ തട്ടി പറയണം, എൻ്റെ രോഗം മാറണം, എൻ്റെ പ്രശ്നം മാറണം എന്ന് മനസ്സിൽ തട്ടി, ഇത് നബി തങ്ങൾ പറഞ്ഞതാണ്, സ്വർഗത്തിൻ്റെ നിധിയാണ്, സ്വർഗത്തിലെ വാചകമാണ് എന്ന് മനസ്സിൽ തട്ടി, പ്രവാചകന്മാർ പറഞ്ഞ, സ്വഹാബിമാർ പറഞ്ഞ വാചകമാണെന്ന് മനസ്സിൽ കരുതി നല്ല നിയ്യത്തോടു കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റമുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്ത് പറയുക,
ഒരുപാട് വിശുദ്ധമായ ഖുർആൻ ഓതുക, നല്ലവണ്ണം ദുആരക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നഖം മുടിയൊക്കെ വെട്ടാനുള്ളവർ ഇന്നത്തെ അസറിന് ശേഷം നഖം വെട്ടിയാൽ വെള്ളപ്പാണ്ട് രോഗത്തെ തൊട്ടുള്ള കാവൽ തരുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതി, ഫാത്തിഹ ഓതി അവർക്കൊക്കെ വേണ്ടി മഗ്ഫിറത്തിനായിട്ട് ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവുക. ആരെയും പറ്റി കുറ്റം പറയേണ്ട, കുറവ് പറയേണ്ട, ആരെയും ശപിക്കരുത്. ചില ഉമ്മായും വാപ്പായൊക്കെ ഉണ്ട് ഈ മക്കളിട്ട് ശപിക്കുന്നത്. നീ മരിച്ചാലും എന്നെ വന്ന് കാണണ്ട, നീ എവിടെയെങ്കിലും പോടി, നശിച്ചു പോടി എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം? മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ മക്കൾക്കല്ല ശാപമൊക്കെ നിങ്ങൾക്ക് തന്നെയായിരിക്കും ആ ശാപം ഏൽക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ നാവ് നമ്മൾ ഉപയോഗിക്കാൻ. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക, എല്ലാവരോടും ഇഷ്ടത്തോടു കൂടി പെരുമാറുക. ആരെയും നമ്മൾ മനസ്സിൽ വെറുപ്പ് വെക്കരുത്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആ വെറുപ്പ് പ്പെട്ടവൻ, നമ്മൾ ആരെയാണ് വെറുപ്പ് വെച്ചത്, അവനായിരിക്കും നമ്മളെ ഒന്ന് സഹായിക്കും. അതുകൊണ്ട് ആരെയും വെറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കട്ടെ. ആമീൻ. അപ്പോൾ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.